ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴിന്ന് കുംഭമാസം 1-ാം തീയതിയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ സുപ്പു അമ്പലത്തിൽ രാവിലെ പോയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാം. പിന്നെ എന്താ നമുക്ക് കണ്ണൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ 1-ാം തീയതി കള്ളത്തരവാടി ഇവിടെ കേട്ടോ. 1-ാം തീയതി ആ കണ്ണൻ്റെ കൂടെ കൂടി ഞാനും ഇപ്പം മടിച്ചായി. കള്ളത്തരത്തിൻ്റെ മുതലായി കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കണ്ടേ. അപ്പോൾ കൈനീട്ടമൊക്കെ ഞാൻ രാവിലെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എപ്പോഴും പിന്നെ എനിക്ക് കിട്ടുന്നത് ഈ പങ്ക് ഞാൻ അവിടെയാണ് കൊണ്ടുവയ്ക്കാറ് കേട്ടോ. ആ കാൽക്കലാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. അപ്പോഴൊത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി ചില്ലറത്തൊട്ടുകളുണ്ട് എൻ്റെ കണ്ണൻ്റെ കാൽക്കല. എപ്പോഴും ഞാൻ അവിടെ വയ്ക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ രാവിലെ വിളക്കൊക്കെ കൊളുത്തി കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പോയിട്ട് വരുമ്പോഴത്തേന് മോക്ക് ജോലിക്ക് പോകണം. നമ്മുടെ സരസ്വതിന് കാപ്പി കൊടുക്കണം. ചിലപ്പം താമസിച്ചാൽ എന്ത് ചെയ്യുന്നു വിചാരിച്ച് ഞാൻ ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചു. പിന്നെ രാവിലെ 6:30 മോന് പോകണം. മോനും കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. മോനെയും കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയത്. അപ്പോൾ രാവിലെ കണ്ണൻ്റെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ണനോട് ചോദിക്കാം. നിങ്ങൾക്ക് കൈനീട്ടം തരണ്ടേ? അപ്പോൾ നമുക്ക് കണ്ണൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇന്ന് ഫുൾ കള്ളത്തരമാണ്. സുപ്പു ഇന്ന് കള്ളത്തരമാണ് ഇവിടെ. 1-ാം തീയതി എല്ലാവർക്കും അറിയാം. മലയാള മാസം 1-ാം തീയതി ഈ സുപ്പ് ജോലി ചെയ്യത്തില്ലെന്ന്. ഇവിടെ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. നമുക്ക് കണ്ണൻ്റെ അടുത്തുനിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ കടമ്പനാട്ട് അമ്പലത്തിൽ വന്ന് അമ്പലം പണി നടക്കുവാണ് കേട്ടോ. അമ്പലം പണിയൊക്കെ തുടങ്ങി. അതിനെല്ലാം ഇവിടെ തടിപ്പണിയൊക്കെ നടത്തുന്നു. അകത്തും പണികളൊക്കെ തുടങ്ങി. കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. 2 പേര് മേളിലിരിക്കുന്നതാണ്ടോ. ഞങ്ങൾ തൊഴുതിറങ്ങി. ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സ്വാമി ശരണമയ്യപ്പ. ഹരിഹരസുതനേ ശരണമയ്യപ്പ. പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ. ഭൂതനാഗസുധാനന്ദ സർവഭൂതദയാബല രക്ഷ മഹാബാഹോ ശാസ്ത്രേ. ഇവിടെ കല്യാണമൊക്കെ നടത്തും കേട്ടോ. വലിയ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു മണ്ഡപവും ഒക്കെ ഉണ്ട്. വലിയ ഒരു ഹാളായിട്ട് കിടക്കുകയാണ്. ഒത്തിരി സ്ഥലം ഇവിടെ. പപ്പയും മോളും കൂടെ ഇവിടെ എന്താ കഴിക്കും. പ്രസാദമൊക്കെ കിട്ടി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. അപ്പോഴേ കണ്ണാ പറഞ്ഞതൊക്കെ കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. കൈനീട്ടം എല്ലാവർക്കും കൊടുത്തു കിട്ടും. ഇവിടെ കാഴ്ചവട്ടിൽ ഇഷ്ടം പോലെ
നാണയത്തുട്ട് ഞാൻ എപ്പോഴും കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോഴേ കണ്ണൻ്റെ കാൽക്കലെല്ലാം ദേ ഒരു അന്തിവായ്പയൊക്കെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ കണ്ണൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റാണ്. ചില്ലറയൊന്നും കാണാതെ വരുമ്പോൾ ഓടി വന്ന് ഇവിടുന്ന് ഞാൻ അടിച്ചു മാറ്റുന്നത്. അത് അന്നേ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഇവിടെ നടക്കുന്നതെല്ലാം. അപ്പോഴില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്ന് കട്ടെടുത്തുകൊണ്ട് പോകും. അതിന് കണ്ണൻ എന്നോടൊന്നും പറയത്തില്ല, വഴക്കൊന്നും പറയത്തില്ല, എടുത്തോളാനാണ് പറയുന്നത്. പിന്നെ തിരികെ കൊണ്ട് വെക്കണമെന്നും പറയും. കൂടുതൽ പൈസയൊക്കെ കിട്ടുമ്പോഴും ഇങ്ങോട്ട് കൊണ്ട് വെച്ചേക്കണേന്ന് പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കുഞ്ഞൊരു തുക എപ്പോഴും ഞങ്ങളുടെ കാൽക്കൽ കാണും കേട്ടോ. അപ്പോഴതിൽ നിന്ന് കുറച്ച് പേരൊക്കെ ദേ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അവർക്കൊക്കെ കൊടുക്കട്ടെ. ഈ സുപ്പ് കൊടുത്താൽ മതി, അതാ കണ്ണൻ കൊടുക്കുമോ? സുപ്പ് കൊടുത്താൽ മതി. ഞാൻ രാവിലെ വിളക്കൊക്കെ കൊളുത്തി ഇതേ കാൽക്കലാണെങ്കിൽ നമ്മുടെ തെറ്റിപ്പൂവും എല്ലാം വെച്ചിട്ടുണ്ട്. എന്നും വെക്കും കേട്ടോ തെറ്റിപ്പൂവും. ദേ കുഞ്ഞാൾ താഴെ ഇരിപ്പുണ്ട് കേട്ടോ. കാണുന്നില്ലേ? കുഞ്ഞാൾ താഴെ ഇരിപ്പുണ്ട് കണ്ടോ, അവിടെ ഇരിപ്പുണ്ട്. അവിടെയും ഞാൻ വെള്ളവും പൂവെല്ലാം കൊണ്ടുവയ്ക്കും കേട്ടോ. അകത്തും നമുക്കൊത്തിരി പേരുണ്ടല്ലോ. ഒരു രാവിലെ എല്ലാവരെയും കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോയത് കേട്ടോ. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ രാത്രിയിലെ എല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ഉഷാറിൽ രാവിലെ 1-ാം തീയതി ദിവസം നമുക്ക് അമ്പലത്തിലുമൊക്കെ പോവാം അല്ലേ. ഞാനങ്ങനെയാണ്. തലേന്ന് രാത്രി ഞാൻ ഉറങ്ങത്തില്ല, അത്ര ഉറങ്ങത്തില്ല. എല്ലാ മാസവും അങ്ങനെയാണ് കേട്ടോ. അപ്പോഴത്തേ കൈനീട്ടത്തിൻ്റെ എല്ലാവരും ക്യൂ വന്ന് നിന്നു. അപ്പോഴും കണ്ണൻ എന്നോട് പറഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. കണ്ണൻ എന്നോട് പറഞ്ഞു നീ അങ്ങ് കൊടുത്താൽ മതി മോളേന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് കാൽക്കൽ നിന്ന് എടുത്ത് തരുന്നത്. എല്ലാവരും വരിക്ക് നിന്നു. സുപ്പ് തരാൻ കേട്ടോ. വലത് കൈന്തി അപ്പോഴെല്ലാവരും കൈനീട്ടമൊക്കെ രാവിലെ വാങ്ങിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അമ്പലത്തിലെ തിരുമേനി കൈനീട്ടമൊക്കെ തരുമല്ലോ, പ്രസാദമൊക്കെ തരും. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ ഞാൻ ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെള്ളം ഒഴിക്കാൻ ഒരു പാത്രം എടുത്തു. അതിനകത്ത് പ്ലാസ്റ്റിക് ഇങ്ങനെ വെയിൽ കൊണ്ട് അതിനകത്ത് പിടിച്ചിരിക്കുക. അത് എൻ്റെ കയ്യിലും ആയി കേട്ടോ. ചിരണ്ടിയിട്ട് പോകുന്നതുമില്ല. അപ്പോഴെല്ലാവരും കൈനീട്ടമൊക്കെ വാങ്ങിച്ചല്ലോ കേട്ടോ. എനിക്ക് രാവിലെ കൈനീട്ടം കിട്ടി അണ്ണൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. ഞാൻ അങ്ങോട്ടും കൊടുക്കും, എനിക്ക് ഇങ്ങോട്ടും തരും. അപ്പോഴങ്ങനെയൊക്കെയാണ്. ഒരു കണ്ണ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോഴും പിള്ളേരെ എല്ലാം അനുഗ്രഹിച്ചൊന്ന് വിട്ടേരെ. ഈ സുപ്പിൻ്റെ കൂട്ടുകാരെ എല്ലാം ഒന്ന് അനുഗ്രഹിച്ച് വിട്ടേക്ക് കണ്ണ. നമ്മുടെ കൂട്ടുകാരല്ലേ എല്ലാവരെയും അനുഗ്രഹിച്ച് പിന്നെ എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുത്ത് ഈ മാസം മുഴുക്കെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും കണ്ണനോടൊപ്പം തന്നെ നിങ്ങളെ ഞാനും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് കള്ളത്തരം ആണ് കേട്ടോ. ഇന്ന് കള്ളത്തരം ആയതുകൊണ്ട് തന്നെ വേറെ പരിപാടിയൊന്നും നമ്മളിവിടെ കാണിച്ചു തരുന്നില്ല കേട്ടോ. കള്ളത്തരം തന്നെ, ഫുൾ കള്ളത്തരം. ഞാൻ എന്താണോ ഈ കള്ളത്തരം കാണിക്കുന്നത്, ഞാൻ 1-ാം തീയതി ജോലി ചെയ്താൽ ഈ മാസം മൊത്തം ഞാൻ കിടന്ന് ജോലി ചെയ്യേണ്ടി വരും. എന്നാ ചോദിക്കും, ഞാനല്ലേ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന്. ആണോ, ഞാനാണ്. എന്നാലും ഒരു ഉടായ്പിലെ കള്ളത്തരം ഉണ്ട് ഈ 1-ാം തീയതി ദിവസം, എല്ലാവർക്കും അറിയും കേട്ടോ. അപ്പം ഇന്ന് വലിയ പണികളൊന്നും ചെയ്യത്തില്ല. തുണി മടക്ക് അങ്ങനെയൊക്കെയുള്ള അമ്മിണി വിനിന്ന് രാവിലെ തുണി കൊണ്ടിട്ട് കൊടുത്ത് അമ്മിണിവിൻ്റെ കൈ തന്നു. ഈ മോൻ്റെ അലമാരയൊന്ന് അടുക്കി പറക്കി വയ്ക്കണം കേട്ടോ. എല്ലാം അടുക്കി പറക്കി വെച്ചേക്കും. എന്നാലും ഇവൻ ഓർഡർ തെറ്റിക്കും. എനിക്ക് ദേഷ്യം വരും. ഞങ്ങൾ തമ്മിൽ വഴക്കാണ്. അപ്പോഴിനി നമുക്ക് തുണിയൊക്കെ ഒന്നൊന്നും മടക്കിയൊക്കെ വയ്ക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എല്ലായിടത്തെയും മക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആൺപിള്ളേർ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആണെങ്കിൽ എന്നോട് പറയണേ നിങ്ങൾ കേട്ടോ. അവിടുത്തെ ഈ ആൺപിള്ളേർ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോലെ ആണെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. അലമാരിയുടെ അടുത്തോട്ട് പോകാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ രാവിലെ സെറ്റായി കേട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ കുരുത്തക്കേട് ഞാൻ പറയാം. അവൻ കുളിച്ചിട്ട് തോർത്തിയിട്ടാണല്ലോ വരുന്നത്. തോർത്ത് വെച്ച് തോർത്തിയിട്ടാണ് വരുന്നത്. എന്നാലും ഉണ്ടല്ലോ, ഞാൻ കഴുകി മടക്കി വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ബനിയനോ എടുത്ത് അവന് വീണ്ടും ഒന്നും കൂടെ ഒരു തുടക്കുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ അഥവാ കണ്ടാൽ പറയും, അമ്മ ഞാനിപ്പോൾ
എപ്പം ഇടാം, ഞാൻ ഇത് തന്നെയാണ് അമ്മ ഇടുന്നത്. ഞാൻ അഥവാ കണ്ടില്ലെങ്കിൽ അതോടു കൂടി തന്നെ അതിനകത്ത് വയ്ക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഞാൻ അതുകൊണ്ട് ഉണ്ടല്ലോ, ഇവൻ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഓടി എവിടെ ആണെങ്കിലും ഞാൻ അവൻ്റെ പുറകെ ഓടി വരും. എനിക്കറിയാം ഇവൻ ഇത് തന്നെ ചെയ്യുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് എല്ലായിടത്തെയും മക്കൾ ഇങ്ങനെയാണോ, അപ്പം ഇവിടുത്തെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പോഴിത് ഞാൻ ഫുൾ എപ്പോഴും ഇവൻ കുഞ്ഞിൻ്റെ മോൻ്റെ ഡ്രസ്സ് എപ്പോഴും ഞാനിങ്ങനെ അടുക്കി അവൻ്റെ നല്ല എല്ലാവരുടെയും എനിക്കിങ്ങനെ എപ്പോഴും അലമാര അടുക്കി പറക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർഡർ അനുസരിച്ച് എല്ലാം ഇതേപോലെ വീട്ടിലിടുന്നത് അല്ലാതുള്ള നല്ല ഡ്രസ്സുകൾ എല്ലാം മാറ്റി വയ്ക്കും കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. എന്നും ഇവൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് എൻ്റെ പരിപാടി ഇതാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ചില വീട്ടിലെ കൊച്ചുങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പെൺകൊച്ചുങ്ങൾ അങ്ങനൊന്നുമില്ല കേട്ടോ. ഈ ആൺകൊച്ചുങ്ങൾ ഇപ്പം ഇത് അകത്തുനിന്ന് ഞാൻ കണ്ടില്ലെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്നത് എടുക്കുക, ഇതേ മുഖമൊക്കെ വീണ്ടും ഒന്ന് തുടയ്ക്കുക, എന്നെ കണ്ടില്ലെങ്കിൽ ഇത് അതുമാതിരി അതിനകത്ത് വയ്ക്കുക. എനിക്ക് പിന്നെ ഇവൻ പോയി കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ദേഷ്യവും വരും. അങ്ങനെ ഞാൻ ചിലപ്പം ഞാൻ അടുക്കി വെച്ചിട്ട് പറയും മര്യാദയ്ക്ക് മടക്കി വെച്ചോളാം. പാവമില്ലേ, കഷ്ടമില്ലേ, നമ്മുടെ മക്കളല്ലേ, നമ്മളോടല്ലേ ഇങ്ങനെയൊക്കെ കുരുത്തക്കേടുകളൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ അല്ലേ. അതിന് നമ്മുടെ സരസ് പറയും, തുണി കഴുകുമ്പോഴേ നമ്മുടെ സരസ് പറയും അലമാരിക്കകത്തിരിക്കുന്ന മടക്കി വെച്ചേക്കുന്നതും കൂടെ വേണമെങ്കിൽ അവളെടുത്ത് വെച്ച് കഴുകുന്നു. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എനിക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മെഷീനകത്ത് ഇടുന്ന തുണികൾ കഴിവ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാതിരിക്കുന്നത് നല്ലത്, പെട്ടെന്ന് നരയ്ക്കും കേട്ടോ. പക്ഷെ ഞാനങ്ങനെ വെയിലത്തില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിൽ, നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് അങ്ങ് നരയ്ക്കും. ഞാനങ്ങനെ ഇടത്തില്ല കേട്ടോ, ഞാൻ ഷീറ്റിൻ്റെ അടിയിലോട്ടിടും. ഇപ്പോഴത്തെ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് നമ്മുടെ അല്ലാതുള്ള തുണികളാണെങ്കിലും നരയ്ക്കും. അപ്പോഴൊരു ചെറിയ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി പറക്കി വയ്ക്കണം കേട്ടോ. അതോ നിങ്ങൾ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കാത്തതാണോ നിങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെയാണോ ചെയ്യുന്നത് വീട്ടിൽ? എല്ലാ ഡ്രസ്സുകളും അടുക്കി പറക്കി വയ്ക്കണം കേട്ടോ. നമുക്കൊരു അടുക്കും ചിട്ടയും വേണം. എന്നാൽ ചോദിക്കും എനിക്ക് അടുക്ക് ഇല്ല, എന്നാലും കഴിവതും തുണികളൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കും കേട്ടോ. എനിക്ക് അങ്ങനെ വയ്ക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയുണ്ട് അത് ഇവരുണ്ടല്ലോ, അടിയിരിക്കുന്നത് മേളിലാക്കും, മേളിയിരിക്കുന്നത് താഴെയാക്കും, അങ്ങനെ മൊത്തത്തിൽ എല്ലാം നമ്മൾ അടുക്കി പറക്കി വെച്ച് കൊടുക്കും. പക്ഷേ ഇവരിങ്ങനെ ഇളക്കി മാറി, അതില്ലേ ദേഷ്യം വരുന്നത്. എന്നും ഇതൊക്കെ തന്നെ പരിപാടികൾ. എല്ലായിടത്തെയും മക്കൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ അമ്മമാർക്കും കാണും കഥകൾ കുറേയേറെ പറയാനല്ലേ. പിന്നെ ബെൽറ്റ് ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന് എവിടെയെങ്കിലും കൊണ്ടിടും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ സ്കൂളിലോട്ട് പോകാൻ തുടങ്ങി എൻ്റെ ബെൽറ്റ് ഞാൻ പറയും ഞാൻ എടുത്ത് കിട്ടിയത് അത്രോളത്തില്ല. ഞാൻ പറയും എൻ്റെ പാൻറ് ഞാൻ ഇട്ടേക്കുന്നതിനകത്തോട്ട് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ പിന്നെ എന്തോ പറയാൻ സൂക്ഷിച്ച് വയ്ക്കത്തില്ല. എന്നിട്ട് രാവിലെ ആകുമ്പം നല്ല ബഹളം. 6:30 പോകേണ്ടവനെ അന്നേരം ബെൽറ്റ് തപ്പക്കം. പിന്നെ ഞാൻ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. ഇത് ഫുള്ളിന്ന് എല്ലാം അടുക്കി ഒന്നും കൂടെ അടുക്കി പറക്കിയാൽ മതിയായിരുന്നു. വാലാക്കോലയെല്ലാം പറക്കിയിടുന്നതേ എല്ലാം അടുക്കി സെറ്റാക്കിയാൽ മതിയായിരുന്നു. ഞാൻ പാൻറ് ഷർട്ട് എല്ലാം വേറെയാണ് വയ്ക്കുന്നത് കേട്ടോ. ഓരോ ഐറ്റം ഓരോന്നും ഞാൻ മാറ്റി വയ്ക്കും. അപ്പോഴും നമ്മൾ കിടന്ന് തപ്പേണ്ട കാര്യമില്ല, വെട്ടമില്ലേ. ഓരോ പാൻറ് ഷർട്ട് അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോഴിതെല്ലാം അടുക്കി പറക്കിയൊക്കെ വയ്ക്കട്ടെ. ഇതൊക്കെയാണ് ഇന്ന് സുപ്പുവിൻ്റെ പരിപാടികൾ കേട്ടോ. കുറച്ച് മേളിൽ കഴുകിയിട്ടേക്കുന്നു. അപ്പം നിങ്ങളൊക്കെ പറയണം കേട്ടോ, നിങ്ങളൊക്കെ മക്കൾ എങ്ങനെയൊക്കെയാണെന്ന് പറയണം കേട്ടോ എന്നോട്. അതോ ഈ സുപ്പുവിൻ്റെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുരുത്തം കെട്ടതായിട്ട് കേട്ടോ പറയാം.
അവൻ്റെ മുറിയിലെ അലമാരയിൽ കേട്ടോ. അവൻ്റെ കുഞ്ഞിൻ്റെ മാത്രമേ ഉള്ളൂ. എന്നിട്ടും തികയുന്നില്ല കേട്ടോ. ഇന്ന് രാവിലെ ബെൽറ്റ് തപ്പിയതാ, വേറെ ബെൽറ്റ് ഇട്ടുള്ളൂ, ഈ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോയില്ല കേട്ടോ. ഇതാ പറയുന്നത്, സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇവരുടെ മുറി ഒന്ന് പരിശോധിക്കണം. എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമെന്നറിയാം. അഴുക്കൊക്കെ തോന്നില്ല മുറി. ഞാൻ വഴക്ക് പറയും. കാട്ടിലാണെങ്കിലും ഞാൻ പറയും വഴക്ക് പറയും. ബെഡ്ഷീറ്റ് എങ്ങാണോ ഒറ്റ ഒരു ചുളിവ് വന്നാൽ ഞാൻ അടി തരുമെന്നു. ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. പേടിപ്പിക്കാതെ നടക്കത്തില്ല ഒരു കാര്യങ്ങളും. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എളുപ്പമാണല്ലോ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ. അവർ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ബെറ്റെടുത്ത് വെച്ചിരുന്നാൽ അപ്പോൾ രാവിലെ കിടന്ന് ധൃതി ഒന്നും പിടിക്കാതെ അവരെടുത്തോണ്ട് പോയിക്കോളും. ഡ്രസ്സിൻ്റെ അടുത്ത് തന്നെ ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ. പൊടിയായിട്ടിപ്പോൾ ജനൽ അങ്ങനെ തുറന്നിടത്തില്ല കേട്ടോ. രാവിലെ ഞാൻ എല്ലാ മുറിയുടെയും ജനൽ രാവിലെ ഒന്ന് തുറന്നിടും. പിന്നെ ഞാൻ തുറക്കുന്നത് വൈകിട്ട് ഇച്ചിരി നേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി. ഭയങ്കര പൊടിയല്ലേ മുറ്റത്തൊക്കെ, ഭയങ്കര മുറ്റത്തല്ല, ഈ വെയിലൊക്കെ ആകുമ്പം ഉണക്കല്ലേ, ഭയങ്കര വെയിലാണ് ഇപ്പോഴങ്ങനെ. പിന്നെ ചേരയും പാമ്പും പൂച്ചയും ഒന്നും പറയണ്ട, അതുകൊണ്ട് വലുതായിട്ടിപ്പം ജനലൊന്നും തുറന്നിടത്തില്ല. നമുക്ക് പോകാം. നിങ്ങൾക്ക് ഞാനേ അമ്പലത്തിലെ പ്രസാദം തന്നില്ലല്ലേ. ഇത് വേറെ അമ്പലത്തിൽ കേട്ടോ. നമ്മൾ കടമ്പനാട്ട് അമ്പലത്തിൽ പോയി. ഇത് നമ്മുടെ അണ്ണൻ പോയായിരുന്നു വേറെ അമ്പലത്തിൽ. ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് കഴിക്കും. അമ്പലത്തിലെ മലരും ഇതൊക്കെ ഉണ്ടല്ലോ. പാൽപ്പായസ സൂപ്പ് നേരത്തെ അങ്ങ് കട്ട് കുടിച്ച് കേട്ടോ. അത് തരാഞ്ഞത്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ.